ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ എൽ എൻ ടി കമ്പനി ഒരു സബ്മറൈൻ 76 എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് ഏറ്റെടുത്തിട്ടുണ്ട്. ഈ പ്രോജക്റ്റ് 2027 ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റെടുത്തിരിക്കുന്ന പ്രോജക്റ്റ് ആണ്. ഈ പ്രോജക്റ്റിന്റെ ഇല്ലുസ്ട്രേറ്റീവ് മോഡൽ, അതായത് ഈ സബ്മറൈൻ എങ്ങനെയാണ് ലുക്സ് ലൈക്ക് എന്നുള്ളതിനെ കുറിച്ചുള്ള ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ട് പൂർത്തിയാക്കിയിട്ടുണ്ട്. അതായത് ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുന്ന സബ്മറൈൻ ആണ്. ആ വിഷയമാണ് നമ്മൾ ഇവിടെ പറയുന്നത്. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആണ്. പ്രോജക്ട് 76/2027 എന്നാണ് ഈ ഒരു പ്രോജക്റ്റിന്റെ പേര്. നിങ്ങൾ ഓൺലൈനിൽ തന്നെ അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് വളരെ വിശദമായിട്ട് വായിക്കാൻ കഴിയും എന്താണ് ഇതിന്റെ ഡീറ്റെയിൽ എന്നുള്ളത്. നമ്മുടെ റിട്ടയർഡ് ലഫ്റ്റനന്റ് ജനറൽ KJS ധിലോൺ പറഞ്ഞിരിക്കുന്നത്, ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യ ഉപയോഗിച്ച ഒരു മിസൈൽ പോലും പാകിസ്ഥാന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല എന്താണ് നമ്മൾ ഉപയോഗിച്ച സാധനം എന്നുള്ളത്. ആ രീതിയിലാണ് നമ്മൾ നടത്തിയ ഒരു അറ്റാക്ക്. ആ ഓപ്പറേഷന്റെ പ്രത്യേകത തന്നെ അതാണ്. നമ്മൾ എന്ത് വെപ്പൺ ഉപയോഗിച്ചെന്ന് പോലും പാകിസ്ഥാൻ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നാണ് പുള്ളി പറഞ്ഞു വെക്കുന്നത്. നിങ്ങൾ നോക്കൂ, എത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വിഷയമാണ് ഇതൊക്കെ. ഓപ്പറേഷൻ സിന്ദൂറിന്റെ മികവിനെയൊക്കെ പുച്ഛത്തോടുകൂടി സംസാരിക്കുന്ന ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ വക സ്റ്റേറ്റ്മെന്റുകൾ, അതായത് ലഫ്റ്റനന്റ് ജനറൽ പോലത്തെ ആൾക്കാരുടെ സ്റ്റേറ്റ്മെന്റുകളൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ വായിക്കാൻ കഴിയുമ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിന് ഒരു വിലയും കൽപ്പിക്കാതെ പരാജയമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരോട് നമുക്ക് പുച്ഛമാണ് തോന്നുന്നത്. തീർത്തും അവഗണിച്ച് കളയുക, ഇഗ്നോർ, അതാണ് നമുക്ക് പറയാനുള്ളത്. അതായത് ഇന്ത്യയുടെ അച്ചീവ്മെന്റ്സിനെ അംഗീകരിക്കാൻ പറ്റാത്ത ഒരു ഇന്ത്യൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അടുത്ത നമ്മൾക്ക് പറയാനുള്ളത് ഒരു ഇമ്പോർട്ടന്റ് പ്രോജക്റ്റ് ആണ്, ഗ്രേറ്റ് നിക്കോബാർ പ്രോജക്ട്. ഈ ഗ്രേറ്റ് നിക്കോബാർ പ്രോജക്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഹോങ്കോങ് സ്റ്റൈലിലുള്ള ആ മാതൃകയിലുള്ള ഒരു ട്രാൻസ്ഷിപ്മെന്റ് പോർട്ടാണ് നമ്മൾ അവിടെ ബിൽഡ് ചെയ്യുന്നത്. ഇത് ഇന്ത്യക്ക് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. ആ ഏരിയയിലാണ് നമ്മൾ ഈ ഒരു നിക്കോബാർ പോർട്ട് നമ്മൾ നിർമ്മിക്കുന്നത്. ഇത് പണി പൂർത്തിയായി വരുമ്പോഴുണ്ടല്ലോ, ഇന്ത്യയുടെ ഒരു സ്ഥാനം എന്നുള്ളത് ഗ്ലോബൽ ട്രാൻസ്ഷിപ്മെന്റ് ഏരിയയിൽ വളരെ വളരെ നിർണായകമായിരിക്കും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഇത് ഇൻഡോ പസഫിക് മേഖലയിൽ ഇന്ത്യക്ക് ഇതൊരു ട്രാൻസ്ഷിപ്മെന്റ് പോർട്ട് മാത്രമല്ല, ഇതൊരു ഡിഫൻസ് പ്രാധാന്യമുള്ള ഒരു സ്ഥലം കൂടിയാണ്. ഇന്ത്യ 200+ നേവൽ ഷിപ്പിന് വേണ്ടിയിട്ടുള്ള പദ്ധതിക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട്. ഞാൻ ഇതിനു മുമ്പേ പറഞ്ഞിട്ടുണ്ട്, 240 ആണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്. അത് നിലവിലുള്ള എല്ലാ ഷിപ്പും കാര്യങ്ങളൊക്കെ എല്ലാം കൂട്ടിച്ചേർത്തോണ്ടാണ് ആ ഒരു എണ്ണത്തിലേക്ക് പോകാൻ തീരുമാനിക്കുന്നത്. അപ്പൊ 200+ നേവി ഷിപ്പ്, ആ ഒരു അച്ചീവ്മെന്റിലേക്കാണ് ഇന്ത്യ നടന്ന് നീങ്ങുന്നത്. അതിന് നമ്മൾ ഓൾറെഡി തന്നെ തുടക്കം കുറിച്ചിട്ടുണ്ട്. റഷ്യയിൽ നിന്നും ടർബൈൻ എഞ്ചിൻ നമുക്ക് ടെക്നോളജി ട്രാൻസ്ഫറോട് കൂടി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിൽ പല രീതിയിലുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ 200 വാർഷിപ്പുകൾ നമ്മൾ തയ്യാറാക്കും, അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. എന്നാൽ മാത്രമേ നമുക്ക് ചൈനയെ കൗണ്ടർ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ഇന്ത്യൻ ഓഷ്യനിലായാലും ശരി തന്നെ ഏത് കോർണറിലും ഏത് മുക്കിലും മൂലയിലും നമുക്ക് എത്താൻ പറ്റും. അതായത് ഇന്ത്യയുടെ വാർഷിപ്പുകൾ ഏത് കോർണറിലും ഉണ്ടാവും. അതാണ് മനസ്സിലാക്കേണ്ടത്. US ട്രഷറി സെക്രട്ടറി പറഞ്ഞിരിക്കുകയാണ്, G7 രാജ്യങ്ങളോട് ഇന്ത്യക്കും ചൈനയ്ക്കും റഷ്യയ്ക്കും മുകളിൽ താരിഫ് കൊണ്ടുവരണം എന്നാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. അതായത് ഇവര് നാണം കെടാൻ വേണ്ടി തന്നെ ഇറങ്ങി തിരിച്ചിരിക്കുന്ന ആൾക്കാരാണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ G7 രാജ്യങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും ഏതൊക്കെ രാജ്യങ്ങളാണ് അതിനകത്ത് ഉൾപ്പെടുത്തുന്നത്? ഈ G7 രാജ്യങ്ങൾ തന്നെ പൊതുവിൽ UK ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ബാക്കിയുള്ള രാജ്യങ്ങളെല്ലാം തന്നെ അമേരിക്കയുടെ താരിഫ് കൊണ്ട് ബുദ്ധിമുട്ടുന്ന രാജ്യങ്ങളാണ്. അവർ തീർച്ചയായിട്ടും ഇതിന്റെ മേളിൽ ഒരു നടപടി എടുക്കില്ല എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഈ വിവരമില്ലാത്ത സ്കോട്ട് ബെസന്റ് പോലത്തെ ട്രഷറി സെക്രട്ടറി ആയിട്ടിരിക്കുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ അമേരിക്കയെ നാണം കെടുത്താൻ വേണ്ടിയിട്ട് ഇതേപോലത്തെ പ്രസ്താവനകൾ ഇറക്കുന്ന ഒരു ഏർപ്പാടാണ് ഇപ്പൊ നമുക്ക് കണ്ടുവരുന്നത് പൊതുവിൽ. കാരണം ട്രംപ് തന്നെ എഴുതി കുറിച്ചിരിക്കുകയാണ് ആർക്കൊക്കെ എന്തൊക്കെ സാങ്ഷൻസ് കൊണ്ടുവരണം എന്നുള്ളത്. ആരാണ് സാങ്ഷൻസ് നടപടി എടുക്കേണ്ട പ്രധാനപ്പെട്ട വ്യക്തികൾ എന്ന് പറഞ്ഞിരിക്കുന്നത് ട്രംപ്. ആരൊക്കെയാണ്? യൂറോപ്പാണ് ആദ്യത്തെ നടപടി എടുക്കേണ്ടത്. യൂറോപ്പ് പ്ലസ് നാറ്റോ, അവരാണ് റഷ്യയുമായിട്ടുള്ള ഇടപാട് ആദ്യം തീർക്കേണ്ടതെന്നാണ് ട്രംപ് ട്രൂത്ത് സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരിക്കുന്നത്. ട്രംപിന്റെ ട്രൂത്ത് സോഷ്യൽ മീഡിയ പോസ്റ്റ് സ്കോട്ട് ബെസന്റ് വായിക്കാറില്ല എന്ന് തോന്നുന്നു. പുള്ളി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, അതാണ് പ്രശ്നം. ട്രംപിന്റെ പോസ്റ്റ് പുള്ളി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. ട്രംപ് അഡ്മിനിസ്ട്രേഷനിലുള്ള ആൾ തന്നെയാണ് സ്കോട്ട് ബെസന്റ്, പക്ഷെ പുള്ളി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. പുള്ളിയുടെ കയ്യിൽ മൊബൈൽ ഇല്ലായിരിക്കും ചിലപ്പോൾ, അപ്പൊ അതുകൊണ്ട് വായിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് പുള്ളി ഒരു സ്റ്റേറ്റ്മെന്റ് G7 രാജ്യങ്ങളെല്ലാം കൂടി ചേർന്നിട്ട്, അതായത് പലതരത്തിലുള്ള പ്രഷർ അപ്ലൈ ചെയ്ത് നോക്കുകയാണ്. എന്ത് കോമഡിയാണെന്ന് നോക്കൂ. കോമഡി മാത്രമല്ല, എന്ത് നാണക്കേടാണെന്ന് നോക്കൂ. ഇന്ത്യ എന്ന് പറഞ്ഞൊരു രാജ്യത്തിനെ അവർ വളരെ നിസ്സാരവൽക്കരിക്കുന്ന രാജ്യം, എന്നിട്ട് എത്രയോ രാജ്യങ്ങളെ വെച്ചിട്ട് അവർ പുഷ് ചെയ്യുന്നുണ്ട്. യൂറോപ്പിനെ വെച്ച് ശ്രമിക്കുന്നു, 100% ഇടുന്ന് പറഞ്ഞിട്ട് യൂറോപ്പ് അനങ്ങുന്നില്ല. യൂറോപ്പ് ഇന്ത്യയിൽ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്, അതായത് സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പിന് വേണ്ടിയിട്ട്. ഞങ്ങൾക്ക് ആയുധം തരുമോ, സ്പെയർ പാർട്സ് തരുമോ എന്ന് പറഞ്ഞുള്ള ചർച്ചയാണ് യൂറോപ്പുമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. യൂറോപ്പ് നമ്മുടെ അടുത്ത് നിന്ന് എണ്ണയും ഡീസലും എല്ലാം നിർത്താതെ മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സാഹചര്യത്തിൽ പെട്ടെന്ന് G7 രാജ്യങ്ങൾ ഓർമ്മ വന്നിട്ട്, G7 രാജ്യങ്ങൾ പ്ലീസ് നിങ്ങൾ എല്ലാവരും കൂടി ചേർന്നിട്ട് ഇന്ത്യ, ചൈന, റഷ്യ 3 രാജ്യങ്ങൾക്ക് മേളിൽ താരിഫ് സാങ്ഷൻസ് ഒക്കെ കൊണ്ടുവരും എന്ന് പറഞ്ഞിട്ട് നിലവിളിക്കുന്നത്. എന്നിട്ട് കാര്യം ചെയ്യും, എവിടെയെങ്കിലും അപ്പുറത്ത് മേശയും കസേരയൊക്കെ ഉണ്ടെങ്കിൽ അവിടെ പോയിട്ട് തലയിടിച്ച് ഇച്ചിരി കരയുക. എന്നാലെങ്കിലും നിങ്ങൾക്ക് ഇച്ചിരി ഒരു മനസ്സിന് ഒരു ആശ്വാസം കിട്ടട്ടെ എന്ന് വിചാരിക്കാം. അല്ലാതെ ഇതിനകത്ത് ഒന്നും പറയാനില്ല. നോ കമന്റ്സ്. AVNL ബാഗ്സ്, അതായത് ആംഡ് വെഹിക്കിൾസ് നിഗം ലിമിറ്റഡ് എന്നാണ് ഈ ഒരു കമ്പനിയുടെ പേര്. ഈ കമ്പനി ശരിക്കും 2565 കോടി
വർത്ത് വരുന്ന ഒരു പ്രോജക്റ്റ് സ്വന്തമാക്കിയിരിക്കുകയാണ്. ഈ പ്രോജക്റ്റ് കൊടുത്തിരിക്കുന്നത് ഇന്ത്യൻ ആർമിയാണ്. ഈ ആർമിയിൽ നിന്നും ഇവർ 40 ആംഡ് വെഹിക്കിൾസ് നിർമ്മിക്കാനുള്ള ഒരു കോൺട്രാക്ട് ആണ് ഇപ്പം ഏറ്റെടുത്തിരിക്കുന്നത്. ABNL എന്ന് പറഞ്ഞ കമ്പനിയാണ്. അത് ഇന്ത്യ പല പല മേഖലകളിലാണ് ഇന്ത്യൻ ആർമിയെ, ഇന്ത്യൻ ഡിഫൻസ് മെക്കാനിസം സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് പല പ്രോജക്റ്റുകളാണ് ഇനിഷ്യേറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഓവറോൾ നമ്മുടെ വീഡിയോയിൽ ത്രൂ ഔട്ട് നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട് ഈ വിഷയങ്ങളെല്ലാം. പല പല പ്രോജക്റ്റുകളാണ് വിൻഡോ ഓപ്പൺ ആയിരിക്കുന്നത്. ഇത് ഏതാണ്ട് 2027-28 തൊട്ട് നമ്മുടെ ആർമി കൂടുതൽ സ്ട്രെങ്ത്തിലേക്ക് പോകുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. കാരണം അത്രമാത്രം പ്രോജക്റ്റുകൾ ഓൺഗോയിങ്ങിലുണ്ട്. അത് നമ്മുടെ വാർത്തകൾ തുടരെ കേൾക്കുന്നവർക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന വിഷയമാണ്. അമേരിക്കയ്ക്കുള്ളിൽ ട്രംപിന്റെ അഡ്മിനിസ്ട്രേഷനിൽ തന്നെ അവിടെ അടി എന്ന് പറഞ്ഞാല് ഈ മുതിർന്ന ആൾക്കാർ തമ്മിലാണ് അടി. ഇവരാണല്ലോ എപ്പോഴും ഈ സ്റ്റേറ്റ്മെന്റുകൾ പുറത്തുവിടുന്നത്. അതിലൊരാളാണ് പീറ്റർ നെവേറോ. ഈ പീറ്റർ നെവേറോയെ ട്രംപിന്റെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറായിട്ട് പ്രവർത്തിച്ചിരുന്ന ജോൺ ബോൾട്ടൺ പറഞ്ഞിരിക്കുന്നത് പീറ്റർ നെവേറോയ്ക്ക് ഒരു വിവരവും ബോധമൊന്നുമില്ല, ഇന്ത്യക്ക് മേളിൽ ഈ രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ അബ്സൂർഡ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇയാൾ പറയുന്നത് ഒന്നും തന്നെ ഫാക്ച്വൽ അല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ജോൺ ബോൾട്ടൺ ഇന്ത്യക്ക് ഒരു ഉപദേശം കൊടുക്കുന്നത് ട്രംപിനെ അപ്രോച്ച് ചെയ്ത് ബാക്ക് ഡോർ വഴി ഡിസ്കഷൻ നടത്തി നെഗോസിയേഷനിലേക്ക് മുന്നോട്ട് പോവുക, അതാണ് നല്ലത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ രീതിയിൽ ഒരു വൺ ടൈം കൺസോളിഡേഷന് വേണ്ടിയിട്ട് ഇന്ത്യ അപ്രോച്ച് ചെയ്യണം അമേരിക്കയെ എന്നാണ് പറഞ്ഞു വെക്കുന്നത് ജോൺ ബോൾട്ടൺ. അതിന് ജോൺ ബോൾട്ടൺ ഒരു പോയിന്റ് കൂടെ പറയുന്നുണ്ട്. ഈ താരിഫ് അമേരിക്ക ഇന്ത്യക്ക് മേലിൽ ചുമത്തിയത് ഇന്ത്യക്ക് ഒരു അഡ്വാൻറ്റേജ് ആണ്. കാരണം നിങ്ങൾക്ക് പല കാര്യങ്ങളും ഇപ്പൊ നെഗോഷിയേറ്റ് ചെയ്ത് നിങ്ങളുടെ വരുതിക്ക് വരുത്താൻ കഴിയും അമേരിക്കയെ. ഇന്ത്യയുടെ സൈലൻസ് ശരിക്കും ബാക്ക് ചാനൽ ഡിപ്ലോമസിക്ക് ഒരു ഹെൽപ്ഫുൾ ആവുന്ന ഒരു രീതിയിൽ മാറിത്തീരും എന്നാണ് പുള്ളി പ്രവചിച്ചിരിക്കുന്നത്. പക്ഷേ അത് പ്രഡിക്ഷൻ മാത്രമാണ്. പക്ഷെ പുള്ളി പറഞ്ഞു വെക്കുന്നത് ഈ താരിഫ് ഇന്ത്യക്ക് മേളിൽ ചുമത്തിയിരിക്കുന്ന ഒരു അഡ്വാൻറ്റേജ് ആണ്. ഈ ഒരു സാഹചര്യം മുതലെടുത്ത് അത് വേണ്ട കാര്യം അമേരിക്കയുടെ പക്കൽ നിന്ന് നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണെന്നാണ് ജോൺ ബോൾട്ടൺ പറഞ്ഞു വെക്കുന്നത്. ജോൺ ബോൾട്ടന്റെ ഈ ഒരു ഇൻഫർമേഷനിൽ ഇന്ത്യക്ക് ഒരുപാട് കാര്യങ്ങൾ വായിച്ചെടുക്കാൻ കഴിയും. അപ്പൊ തീർച്ചയായിട്ടും ഇന്ത്യക്ക് ഒരു ഗുഡ് ടൈം ആണ് അമേരിക്കയുടെ ഉള്ളിൽ നിലനിൽക്കുന്നത്, പ്രത്യേകിച്ച് ട്രംപ് അഡ്മിനിസ്ട്രേഷനിൽ. ഇന്ത്യ ഈ സമയത്താണ് കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്യേണ്ടത്. ട്രംപ് ഓഫീസിനെ ടാർഗറ്റ് ചെയ്യുക, ഈ താരിഫ് വിഷയത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കുക. ഇന്ത്യ അതുപോലെ നേപ്പാളിന്റെ പുതിയ പ്രൈം മിനിസ്റ്ററിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവിടുത്തെ പുതിയ ഗവൺമെന്റ് വന്നത് നന്നായി, അതിനെ നല്ല രീതിയിൽ വാച്ച് ചെയ്യുന്നുണ്ട്. അവരുടെ ഡെവലപ്മെന്റ്സ്, ഇന്ത്യയുമായിട്ടുള്ള അപ്രോച്ച്, ഇതൊക്കെ എങ്ങനെ ആയിരിക്കുമെന്ന് നോക്കിയിരിക്കുകയാണ് ഇന്ത്യ. ഇഫ് ഇറ്റ് സിമിലർ ലൈക്ക് ബംഗ്ലാദേശ്, നമ്മൾ അവരെ ഇഗ്നോർ ചെയ്യും, അത്രേ ഉള്ളൂ. അതല്ല ഇന്ത്യയുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കാനാണ് താല്പര്യമെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യ ഡോർ ഓപ്പൺ ചെയ്യും. അപ്പൊ ഇന്ത്യ ഫ്രാൻസുമായിട്ട് ഉറപ്പിച്ച ഡീലില് 114 റഫേൽ ഫൈറ്റർ ജെറ്റ് വിമാനങ്ങൾ ഇന്ത്യക്കുള്ളിൽ നിർമ്മിക്കാനാണ് ഈ ഒരു കരാർ ഒപ്പിട്ടത്. ഇത് ഏതാണ്ട് 2 വീക്സിന് മുമ്പ് ഞാൻ ഈ ഒരു ന്യൂസ് അപ്ഡേറ്റ് ചെയ്തതാണ്. ഇപ്പൊ വാർത്തകൾ വരുന്നത് മെയ്ഡ് ഇൻ ഇന്ത്യയുടെ ലേബലില് റഫേൽ ഫൈറ്റർ ജെറ്റ് 114 എണ്ണം ഇന്ത്യക്കുള്ളിൽ നിർമ്മിക്കും. മെയ്ഡ് ഇൻ ഇന്ത്യ, ആ ഒരു ടാഗ് ലൈൻ ആണ് പ്രധാനമായിട്ട് പറയാനുള്ളത്. റഫേൽ ഇസ് റഫേൽ, അത്രേ ഉള്ളൂ. ഗോദ്രേജ് എന്റർപ്രൈസസ് ഗ്രൂപ്പ് സഫ്രാൻ കമ്പനിയുമായിട്ട് കോൺട്രാക്ട് സൈൻ ചെയ്ത് കഴിഞ്ഞു. അതായത് എഞ്ചിൻ സ്പെയർ പാർട്സ് നിർമ്മാണത്തിന് വേണ്ടിയിട്ട്. GE എയറോസ്പേസുമായിട്ട് നമ്മൾ കോൺട്രാക്ട് ഓൾറെഡി സൈൻ ചെയ്ത് കഴിഞ്ഞു ഇന്ത്യക്കുള്ളിൽ സ്പെയർ പാർട്സ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ സഫ്രാൻ എന്ന് പറഞ്ഞ കമ്പനി ഇന്ത്യക്കുള്ളിൽ വന്നു കഴിഞ്ഞു. അപ്പൊ അതുപോലെ റഷ്യയുടെ സൈഡിൽ നിന്ന് ഓൾറെഡി തന്നെ ഇന്ത്യക്കുള്ളിൽ അസംബ്ലി ലൈനും അതുപോലെ മാനുഫാക്ചറിംഗ് യൂണിറ്റ് ഫുൾ ടെക്നോളജി ട്രാൻസ്ഫറോട് കൂടി Su-57 ഇന്ത്യക്കുള്ളിൽ തന്നെ നിർമ്മിക്കാനുള്ള ആ ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുണ്ട്. ഇന്ത്യ ശരിക്കും എയർക്രാഫ്റ്റ് മേഖലയിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ണറായിട്ട് തന്നെ മാറി വരികയാണ് പല രാജ്യങ്ങളുടെയും കമ്പനികൾക്ക്. റഷ്യയിൽ യുദ്ധമുണ്ട്, ഫ്രാൻസിൽ ഇപ്പോൾ ഇതാ പൊളിറ്റിക്കൽ അൺസർട്ടനിറ്റി ഉണ്ട്. അപ്പൊ ഇതേപോലെ പല കാര്യങ്ങളുണ്ട്. അപ്പം എന്തുകൊണ്ടും മറ്റൊരു രാജ്യത്ത് ഒരു പ്ലാൻ ഉള്ളത് നല്ലത് തന്നെയാണ്, അത് മറ്റുള്ള രാജ്യങ്ങൾക്കായാലും. അപ്പൊ ഇന്ത്യ അതിലൊക്കെ ഒരുപാട് ഫ്ലെക്സിബിലിറ്റീസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ടാക്സ് ആയാലും അതുപോലെ തന്നെ ഈ ഫോറിൻ കമ്പനി ഇന്ത്യക്കുള്ളിൽ വരുമ്പോഴത്തേക്കുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസിലൊക്കെ ഒരുപാട് വിട്ടുവീഴ്ചകളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാലും ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു തോട്ട് പ്രോസസ് ആണ്. കാരണം നമ്മളുടെ രാജ്യത്ത് ഇതേപോലത്തെ മാനുഫാക്ചറിംഗ് യൂണിറ്റുകൾ, അസംബ്ലി ലൈനുകളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളെ രാജ്യത്തുള്ള കുട്ടികൾ, പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് അവിടെ തന്നെ ട്രെയിനിങ്, അപ്രന്റീസ്, അതേപോലെ തന്നെ അവിടെ തന്നെ ജോലിക്ക് കയറാനുള്ള സാധ്യത, ഈ ടെക്നോളജികളൊക്കെ കണ്ടു പഠിക്കാനും വളരാനും, ഫ്യൂച്ചറിൽ മറ്റുള്ള രാജ്യങ്ങളിൽ പോയി കണ്ടു പഠിക്കേണ്ട പല നോളജും നമുക്ക് ഇന്ത്യക്കുള്ളിൽ തന്നെ അക്യൂർ ചെയ്യാൻ സാധിക്കും. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇന്ത്യയും നോർവേയും തമ്മിൽ ഫസ്റ്റ് എവർ ഡയലോഗ്, എന്ത് ഡയലോഗാണെന്ന് വെച്ചാൽ നേവൽ ജോയിന്റ് എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡയലോഗാണ് നടത്തിയത്. അപ്പൊ ഈ ഡയലോഗ് നടത്തിയത് ഓസ്ലോയിൽ വെച്ചിട്ടാണ്. ഈ ഓസ്ലോയിൽ വെച്ച് നടത്തിയ ചർച്ചയിൽ ശരിക്കും ഈ നോർവേയും ഇന്ത്യയും തമ്മിൽ ചേർന്ന് നേവൽ എക്സസൈസുകൾ പ്രാക്ടീസ് ചെയ്യാനുള്ള ആ ഒരു വിഷയമാണ് അവിടെ ചർച്ച ചെയ്യപ്പെട്ടത്. ഫസ്റ്റ് ടൈം ആയിട്ടാണ് നോർവേ ഇന്ത്യയുമായിട്ട് ചേർന്ന് ഇങ്ങനെ ഒരു ഡയലോഗ് നടത്തുന്നത്. തികച്ചും ട്രംപിന്റെ 100% താരിഫ് നാറ്റോയും യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം ഇന്ത്യക്ക് മേളിൽ ചുമത്തണം എന്ന് പറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ രീതിയിലുള്ള കോഓപ്പറേറ്റീവ് ആയിട്ടുള്ള ഡയലോഗ് സെഷൻസ് ഒക്കെ മുന്നോട്ട് പോകുന്നത്. ഇന്ത്യയെ എല്ലാവരും തള്ളിവെക്കും, ഇന്ത്യയെ മാറ്റി നിർത്തും, അമേരിക്ക പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ ആരും അടുപ്പിക്കില്ല, ഇന്ത്യയെ ഇങ്ങനെ താഴ്ത്തിക്കെട്ടുന്ന പല ആൾക്കാരും ഉണ്ട്. അതിന്റെ ഇടയിലാണ് നമ്മൾ ഈ വാർത്തകളൊക്കെ ചകഞ്ഞെടുത്ത് കൊണ്ടുവരുന്നത്. റഷ്യയുടെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ഇന്ത്യ വിസിറ്റ് ചെയ്യാനുള്ള പദ്ധതി ഇടുന്നുണ്ട്. അപ്പൊ അതിന്റെ ഇൻവിറ്റേഷൻ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ മുന്നോട്ട് നടക്കുകയാണ്.
ദിമിത്രി പട്രുഷേവ് എന്നാണ് റഷ്യയുടെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്ററിന്റെ പേര്. പുള്ളിയാണ് ഇന്ത്യ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പദ്ധതി ഇടുന്നത്. ഡിസംബറിൽ പുടിൻ ഇന്ത്യ വിസിറ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പ്രയോറഗേറ്റീവ് അറേഞ്ച്മെന്റ്സ് ആയിട്ടാണ് ഇപ്പൊ ഈ പുള്ളി ഇന്ത്യ വിസിറ്റ് ചെയ്യുന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. 2027 SCO സബ്മിറ്റ് ഹോസ്റ്റ് ചെയ്യുന്നത് പാകിസ്ഥാനാണ്. അപ്പൊ അവർ അതിനെക്കുറിച്ച് ഇപ്പൊ തന്നെ സ്വപ്നം കണ്ട് തുടങ്ങിയിട്ടുണ്ട്. ഇന്ത്യ വിസിറ്റ് ചെയ്യുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇന്ത്യ വിസിറ്റ് ചെയ്യുമോ എന്നുള്ളത് 2027 വരെ ടൈം ഉണ്ട്. ഈ പാകിസ്ഥാനും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ബെറ്റർ ആയാൽ ഒരു പക്ഷേ SCO സബ്മിറ്റിലേക്ക് ഇന്ത്യ പങ്കെടുത്തേക്കാം. അങ്ങനെ പങ്കെടുക്കുന്നെങ്കിലും കഴിഞ്ഞ തവണ ജയശങ്കർ പങ്കെടുത്തല്ലോ ഒരു മീറ്റിംഗിൽ. അതുപോലെ ഏതെങ്കിലുമൊക്കെ ഒരു സാഹചര്യങ്ങൾ ഉണ്ടായാലായി. അതിലുപരിയായിട്ട് എഫക്റ്റീവായിട്ട് ഇപ്പൊ ചൈനയിൽ പങ്കെടുത്ത അതേ മാതൃകയിൽ പങ്കെടുക്കുമോ ഇന്ത്യ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ഡൗട്ട്ഫുൾ ആയിട്ടുള്ള വിഷയം കൂടി തന്നെയാണ്. അപ്പൊ എന്തായാലും കുറെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.